അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത്, ലോകത്തിൽ സമ്പന്നരുടെ പട്ടികയിൽ എത്രയോ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ നമുക്ക് പരിചയമുള്ളവരിലും പരിചയമുള്ളവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആളുകൾ അഭിമാനിക്കുകയാണ്, ഇത്ര ബിസിനസ്സിൻ്റെ ഉടമയാണ്, ഇത്ര റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്, ഇത്ര കഴിവിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരൊറ്റ കാര്യം ഈ സമയത്ത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കഴിവും നമ്മുടെ സമ്പത്തും നമ്മുടെ കയ്യിലിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം ആക്രമിക്കപ്പെടുന്ന ഒരു ജനതയാണ് നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീനിലുള്ള ആളുകൾ. അവരെ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ തന്നെ കാണാൻ കഴിയാത്ത ഒരു മനസ്സിൻ്റെ കടുപ്പം, ആ മറക്കുന്ന മറവിയുടെ ദുനിയാവിൻ്റെ അലച്ച, എല്ലാവർക്കും അവരുടെ സ്വന്തം കാര്യം നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സമൂഹത്തോടുള്ള ബാധ്യതയിൽ നമ്മൾക്ക് മാറി നിൽക്കാൻ പറ്റുകയില്ല. ഇനി മാറി നിന്നാൽ പോലും നാളൊരു ദിവസം നമ്മളെല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. പൈസകൾ കൊണ്ട് പലതും ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത നാട്ടിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ, അതുമല്ല നായ്ക്കളുടെ അക്രമങ്ങൾ. ഈ ചെന്നായ്ക്കൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം വന്നിട്ട് പ്രയാസപ്പെടുന്നതല്ലല്ലോ, ഈ നായ്ക്കൾ ആക്രമിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ നായ്ക്കളെ ഇങ്ങനെ എല്ലാവരും അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു കാര്യം എല്ലാം നോക്കുകുത്തികളായിട്ട് ഭരണാധികാരികളും എല്ലാം, മുസ്ലിം രാജ്യമായിക്കോട്ടെ അല്ലാത്ത രാജ്യമായിക്കോട്ടെ, നമ്മുടെയൊക്കെ മുമ്പിൽ നിന്നാണ് ഈ തെമ്മാടിത്തരം നമ്മൾ അറിഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത തെറ്റ്, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ ശിക്ഷ അനുഭവിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ മുസ്ലിം ആയതിൻ്റെ പേരിലാണ് അവരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ മനുഷ്യനായിട്ടുള്ള ആളുകൾക്ക് അത്രയധികം ഒന്നിനും കൊള്ളാത്ത പദവി അലങ്കരിക്കാൻ ഇത് അവർക്കുള്ള പൂമാലകളാണ്. ഞാനും നിങ്ങളുമൊക്കെ ജീവനുണ്ടായിട്ട് നമ്മുടെയൊക്കെ കൺമുമ്പിൽ പെടഞ്ഞു വരിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ നോക്കുകുത്തികളായി ആട്ടമാടുന്ന നമ്മൾ ഓരോരുത്തർ ഒരു കഴിവുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്തവർ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു തിരിച്ചറിവ്. നമ്മുടെയൊക്കെ മുമ്പിൽ നടക്കുന്ന അക്രമത്തിന് നോക്കുകുത്തികളായിട്ടുള്ള കോലങ്ങളാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരും. അതുകൊണ്ട് എവിടെയാണ് നമ്മളുള്ളത്? എന്താണ് ലോകത്തിൻ്റെ അവസ്ഥ? അസുഖങ്ങൾ വന്നു മരിച്ച, പ്രയാസങ്ങളുള്ള മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥയല്ല ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ട് മരിച്ചു വീഴുന്നതും
രോഗികളായി മാറുന്ന അവസ്ഥ, അത് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസാനിപ്പിക്കാൻ കഴിവില്ലാത്ത ഭരണാധികാരികളും നോക്കിക്കുത്തികളുമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും അവസ്ഥ വളരെ ദയനീയമാണ്. തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓരോ മനസ്സുകളിൽ നിന്നും ഉയർന്നുകൊണ്ട് എന്തെങ്കിലും പറ്റുന്ന ആളുകൾക്ക് ആ കഴിവിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം. അത്തരത്തിലുള്ള മനസ്സില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് നിർവചിക്കാൻ അവരെക്കുറിച്ച്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യത്വം മരവിച്ച നായ്ക്കളെ, അതേത് നാട്ടിലായാലും മനുഷ്യരെ ആക്രമിക്കുന്ന നിലപാട് മാറ്റി തിരുത്തിയില്ലെങ്കിൽ പിന്നെ നിയമങ്ങൾക്കും അത് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അതിൻ്റെയൊക്കെ അവസാനം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ നേര കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്രമികൾ അക്രമം ചെയ്യുന്നവരുടെ കൈപിടിച്ച് തടയുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. അതിനെതിരെ നാവുകൊണ്ട് സംസാരിക്കലും, അതിനും കഴിയാത്തവരാണെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കലും. അതുകൊണ്ട് എല്ലാവരും സാമ്പത്തിക പട്ടികയിലെ ഉയർച്ചകളിലും താഴ്ചകളിലുമൊക്കെ മത്സരിക്കുന്ന മനുഷ്യരോട് പറയാനുള്ളത്, പട്ടികയിൽ 1 or 2 പദവി അലങ്കരിച്ചേക്കാം, പക്ഷേ ആ പദവിയിൽ ഈ കാലത്തിരിക്കുന്നത് നാണക്കേടാണ്. കാരണം പട്ടിണി കടന്ന് മരിച്ചത് നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ മുമ്പിലാണ്. എന്തു ചെയ്തു? പട്ടിണി കടന്ന് ഭക്ഷണമില്ലാതെ ആക്രമിക്കപ്പെട്ട് പിടഞ്ഞ് മരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഈ ലോകത്ത് തീർക്കാൻ പറ്റാത്ത കണക്കുകൾ തീർക്കാൻ മറ്റൊരു ലോകം നിർബന്ധമായി വരുന്നത്. അതുകൊണ്ട് തന്നെ മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ പക്ഷം ചേർന്നുകൊണ്ട് പറയുന്ന അവസാനിപ്പിച്ചുകൊണ്ട് മനുഷ്യത്വത്തിൽ ഒന്നിച്ചുകൊണ്ട് ആരും ആക്രമിക്കപ്പെടാനോ പാടില്ല. അതിൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒറ്റക്കെട്ടായി ഇല്ലായ്മ ചെയ്യണം. അതിനു വേണ്ടി എല്ലാവരും ഓരോ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി പരിശ്രമിക്കണം. ഉറങ്ങിക്കിടക്കുന്ന രാജാക്കന്മാർക്ക് ബോധം നൽകണം. മീറ്റിംഗ് നടത്തുന്നുണ്ട്, പല പ്രസ്താവനകൾ കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും ആർക്കും എവിടെ ആവശ്യമില്ല. ആവശ്യമുള്ളത് ആക്രമിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരവാദ രാജ്യം ഇറാൻ്റെ തിരിച്ചടി കൊണ്ട സമയത്ത് എത്ര പെട്ടെന്ന് അവരാ യുദ്ധം നിർത്തിവെച്ച് അമേരിക്ക മുന്നിൽ വന്ന് സംരക്ഷിച്ചത് കണ്ടു. കാരണം അവരുടെ അഡ്രസ്സ് ഭൂമിയിൽ ബാക്കിയില്ലാത്ത കോലത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്
എന്നുള്ള തിരിച്ചറിവ് വന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരവസ്ഥ തുടരുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഈ ഇറാനൊക്കെ അവർക്ക് എതിരെ തിരിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ചെയ്യാൻ വന്നത്. അവരൊക്കെ ശരിക്കും ഇസ്രായേൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് അവരെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇറാനിനെതിരെ രംഗത്ത് വരുമെന്ന് പറഞ്ഞ് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞില്ല. ഇത്ര കാലം മുമ്പ് ഇറങ്ങണമായിരുന്നു ആളുകളൊക്കെ. ആരെങ്കിലും ഉണ്ടോ? ഇന്നുമില്ല. അപ്പോൾ മുസ്ലിം രാജ്യമാണ്, മുസ്ലിങ്ങളാണ്, മുസ്ലിം നേതാക്കളാണ്, മുസ്ലിം നാമധാരികളാണ്, മുസ്ലിം വിശ്വാസികളാണെന്നൊക്കെ പറയുന്ന ആളുകൾ, ആക്രമിക്കപ്പെടുന്ന ആളുകൾ മുസ്ലിം ആയതിൻ്റെ പേരിലാണ് എന്ന്. അല്ലാതെ അവർക്ക് വേറെന്തെങ്കിലും പ്രയാസമുണ്ടോ? അവിടെ മുസ്ലിം ആയതുകൊണ്ടാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ, നാട് പിടിച്ചെടുക്കാനും ആക്രമിക്കുവാനും പലതും അവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിവ് വന്നുകൊണ്ട് അതിനുവേണ്ടി യുദ്ധം അവസാനിപ്പിക്കാനും ആളുകളെ രക്ഷപ്പെടുത്താനും ഉള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന്, പരിശ്രമിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല അതിന് ബോധം നൽകിയ ആളുകളുടെ കൂട്ടത്തിൽ, അതിന് കഴിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്തട്ടെ. ഇത് പറയാതിരിക്കാൻ ചോറ് തിന്നുന്ന സ്വബോധമുള്ള ആളുകൾക്ക് പറ്റില്ല. അതുകൊണ്ട് കിടന്നുറങ്ങി പട്ടികയിൽ മത്സരിച്ചൊന്നിലെത്തി ജീവിതം നശിപ്പിക്കാതെ സ്വന്തം ചുറ്റുപാടും നോക്കി തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കണം. അതിനുള്ള സമയമാണ്. നാം ഓരോരുത്തരും അതിനുവേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ നാളെ നമ്മളും ഇതിൻ്റെ ഇരകളാണ്. എല്ലാവർക്കും നന്മ മാത്രം അല്ലാഹു തആല നന്മ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. എല്ലാവർക്കും പ്രത്യേകം ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.